നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ലോകവാർത്തകൾ വേഗത്തിൽ നോക്കാം. വെടിനിർത്തൽ നിലവിൽ വന്ന് ഒരാഴ്ചയായിട്ടും റഫ അതിർത്തി തുറക്കാതെ ഇസ്രായേൽ. വെടിനിർത്തൽ കരാറിന്റെ ഭാവി ഉറപ്പാക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ തീവ്ര ശ്രമത്തിൽ. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മേഖലയിലേക്ക്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലേക്ക്. ആഫ്രിക്കയിലെ മൊസംബിക് തീരത്തെ ബോട്ടപകടത്തിൽ 3 ഇന്ത്യക്കാർ മരിച്ചു. 5 പേരെ കാണാതായവരിൽ മലയാളികളുമെന്ന് സൂചന. എണ്ണ ടാങ്കറിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോകുന്ന കമ്പനിയുടെ ലോഞ്ച് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന 21 പേരിൽ 14 പേരും ഇന്ത്യക്കാരാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ട്രംപ് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് ആവർത്തിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഡ്യൂക്ക് ഓഫ് യോർക്ക് പദവി ഉപേക്ഷിച്ച് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ. ലൈംഗികാരോപണങ്ങളുടെയും ചൈനീസ് ചാരനെന്ന് സംശയിക്കുന്ന വ്യക്തിയുമായുള്ള ബിസിനസ് ബന്ധങ്ങളുടെയും പേരിലാണ് ജനപ്രീതി ഇടിഞ്ഞത്. ഇതോടെ രാജ്യതാൽപര്യം മുൻനിർത്തി രാജപദവികളെല്ലാം ഉപേക്ഷിക്കുന്നതായി ആൻഡ്രൂ. ബംഗ്ലാദേശിൽ ജൂലൈ ചാർട്ടറിൽ ഒപ്പുവെച്ച് രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലാണ് ജനാധിപത്യ പരിഷ്കരണം ഉറപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. വിദ്യാർത്ഥി നേതാക്കളുടെ നാഷണൽ സിറ്റിസൺ പാർട്ടി പരിപാടി ബഹിഷ്കരിച്ചു. ഫെബ്രുവരിയിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ജൂലൈ ചാർട്ടർ. ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-നോട് ടൊമോഹോക്ക് മിസൈലുകൾ യുക്രൈൻ ആവശ്യപ്പെട്ടതിനോടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ടൊമോഹോക്ക് മിസൈലുകളെക്കുറിച്ച് ചിന്തിക്കും മുൻപ് യുദ്ധം അവസാനിക്കട്ടെയെന്നും ട്രംപ് പറഞ്ഞു. 8 യുദ്ധങ്ങൾ പരിഹരിച്ചിട്ടും തനിക്ക് സമാധാനമേ ലഭിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നും ട്രംപ് ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിച്ച ഒരേയൊരു പ്രസിഡന്റ് താനാണെന്നും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം പരിഹരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപിന്റെ പരാമർശം. പാക് അഫ്ഗാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. പാക് ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ 3 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തിയത്. താത്കാലിക വെടിനിർത്തൽ 48 മണിക്കൂർ നീട്ടിയതിനു പിന്നാലെയാണ് ആക്രമണം. ന്യൂസ് ക്യാപ്സ്യൂൾ ഇവിടെ അവസാനിക്കുന്നു. ന്യൂസ് മോർണിംഗിൽ ജിൽസിയും നൗഫലും തുടരും.